സ്പോട്ട് ലൈവിന് പോകുന്നത് ഇടുക്കി ഇരട്ടയാറിലേക്കാണ്. ഇരട്ടയാറിൽ 17-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോക്സോ കേസ് ഇരയാണ് പെൺകുട്ടി. കഴുത്തിൽ ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, ഒരു പോക്സോ കേസിലെ ഇരയായിട്ടുള്ള 17-കാരിയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ പാടുകളുണ്ട്. അതൊരു കൊലപാതകമാണെന്നാണോ പോലീസിന്റെ നിഗമനം? കൊലപാതകം എന്നൊരു പ്രാഥമിക സംശയത്തിലെ തുടർന്നുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മേഖലയിലെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം ഫോറൻസിക് വിദഗ്ധരും ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:45 ഈ വീടിനുള്ളിലെ മുറിയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് പോലുള്ളൊരു സാധനം മുറുക്കിയ അവസ്ഥയിലായിരുന്നു. ഈ വീട്ടിലെ ഇവരുടെ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു. സാധാരണഗതിയിൽ ചില ദിവസങ്ങളിലൊക്കെ പെൺകുട്ടി താമസിച്ചെഴുന്നേക്കുന്ന ഒരു ശീലമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇവർ കുട്ടി എഴുന്നേക്കാത്തത് സംബന്ധിച്ച് ദുരൂഹതയൊന്നും തോന്നിയില്ല. ഇവർ പതിവ് പോലെയുള്ള ജോലികൾക്കായി പോയി. എന്നാൽ ഒരു 10:30 ഇവരുടെ കുട്ടിയുടെ മാതാവും ഒപ്പം മറ്റൊരു ബന്ധുവും കൂടി ഇവിടെ എത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ മുൻപ് വിദേശത്തായിരുന്നു. അവരുടെ ഇതിന്റെ തുടർന്നുള്ള ജോലിയുടെ ആവശ്യങ്ങൾക്കായി ബയോഡാറ്റയിൽ തിരുത്തൽ വരുത്തുന്നതിനായി കുട്ടിയുടെ സഹായം തരുന്നതിനായിട്ടാണ് ഇവർ ഈ സമയത്ത് തിരികെ എത്തിയത്. അപ്പോഴാണ് അപ്പോൾ എത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ വീടിനുള്ളിൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നാട്ടുകാരെയൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ മേഖലയിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ഒക്കെ ശേഖരിക്കുന്നുണ്ട്. ഇരട്ടയാർ മേഖലയിലും പ്രദേശങ്ങളിലേക്കുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കുട്ടിക്ക് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം കുടുംബത്തിലും മറ്റുള്ളവരുടെ പേരിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഒക്കെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കുട്ടി ഒരു പോക്സോ കേസ് ഇരയായ ഒരു കുട്ടിയാണ്. 2 വർഷത്തിന് മുൻപാണ്. അതൊക്കെ സംശയിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. പ്രിൻസ്, ഇത് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം, ഈ പോക്സോ കേസിന്റെ പശ്ചാത്തലം കൂടി അറിയേണ്ടതാണ്. എന്നാൽ ഈ കേസിൽ ഇരയായിട്ടുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കേസിലെ പ്രതികളാരാണ്, അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങേണ്ടതല്ലേ? നിലവിൽ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് ഈ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളിലേക്കൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 2 വർഷം മുൻപാണ് ഈ കേസ് നടക്കുന്ന പോക്സോ കേസിൽ നടക്കുന്നത്. ഇതേ തുടർന്ന് ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടി ഇത് കഴിഞ്ഞ ശേഷം, ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും മാനസിക വിഷയങ്ങൾ അനുഭവിച്ചിരുന്നോ, ഒപ്പം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഭീഷണിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്ന് സംബന്ധിച്ചുമൊക്കെ പോലീസ് വ്യക്തമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മാനസിക സംഘർഷമൊക്കെ കുട്ടികൾക്കുണ്ടായിരുന്നു, മറ്റുള്ള ആളുകളിൽ നിന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്ന എല്ലാ കാര്യങ്ങളും എല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണം കൊലപാതകമാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും കൊലപാതകം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതിനനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ മുൻപുണ്ടായ കേസിലെ പ്രതികളെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കേട്ടോ. പ്രിൻസ്, മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, നിലവിൽ ഈ കേസിൽ, ഈ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ളവർ ആരൊക്കെയാണ്? ഈ സമീപത്തുള്ളവർ തന്നെയാണോ? അവർ ഈ പെൺകുട്ടിയുടെ മരണം നടക്കുന്ന സമയത്ത് അവരെവിടെ ഉണ്ടായിരുന്നു? സമീപ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, ആ പ്രതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പ്രതികളുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും പോലീസ് പങ്കുവച്ചിട്ടില്ല. എങ്കിലും ഇത്തരത്തിലുള്ള എല്ലാവിധ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 2 വർഷം മുൻപാണ് കേസ് നടക്കുകയും ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതികളുമായി അടുത്ത ബന്ധമുള്ളവരുമായും ബന്ധപ്പെടുത്തിയൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ കുട്ടിയുമായി ഇടപഴകുന്നുണ്ടോ, ഒപ്പം ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇരട്ടയാർ മേഖലയിലും ഈ കുട്ടിയുടെ വീടും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ ഒക്കെ ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നോ, അപരിചിതരായ ആളുകൾ എത്തിയിരുന്നോ എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും വ്യക്തമായി നടത്തി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഇരട്ടയാറിലാണ് 17-കാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോക്സോ കേസ് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്.